ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലുള്ള NCERT സെക്ഷൻ 4.5 ബയോ-സാവാർട്ട് ലോ. എന്താണ് ബയോ-സാവാർട്ട് ലോ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ലോ, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോ ആണ് ബയോ-സാവാർട്ട് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ലോ എന്നതിനേക്കാൾ ഉപരി മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, എന്താണ് ആ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നിട്ടുണ്ട്. XY എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ട് ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റാണ് P. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മുകളിൽ ഒരു എലമെൻ്റൽ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. ഇൻഫിനിറ്റസ്മലി സ്മോൾ എലമെൻ്റൽ സെഗ്മെൻറ്റ്. അതിൻ്റെ ലെങ്ത് DL ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ DL ആണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ എലമെൻ്റൽ സെഗ്മെൻറ്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് നമ്മളൊരു പൊസിഷൻ വെക്ടർ വരക്കണം. ആ പൊസിഷൻ വെക്ടറാണ് R എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷനും അതുപോലെ പൊസിഷൻ വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ മാർക്ക് ചെയ്യുക. കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ എലമെൻ്റ് സെഗ്മെൻറ്റ് ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ പൊസിഷൻ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതായത് ഈ ചെറിയ എലമെൻ്റൽ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് dB ആണ്. അക്കോർഡിംഗ് ടു ബയോ-സാവാർട്ട് ലോ, ദിസ് മാഗ്നറ്റിക് ഫീൽഡ് dB ഡിപ്പെൻഡ്സ് ഓൺ സം പാരാമീറ്റേഴ്സ്. അത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് ഇതാണ്, dB is directly proportional to I, that is the current through the conductor. dB is proportional to DL, that is the elemental length of the conductor, and dB proportional to sine of the angle between the direction of current and position vector, that is dB proportional to sine theta, and dB proportional to 1 by r square, that is it is inversely proportional to the square of the distance from elemental segment to the point. ഓക്കെ, ഇപ്പോൾ 4 പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതൊക്കെ കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് dB proportional to IDL sin theta divided by r square. ഓക്കെ, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് dB is equal to mu0 divided by 4 pi IDL sin theta divided by r square. ഇതാണ് ബയോ-സാവാർട്ട് ലോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ mu0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, mu0 is the absolute permeability of free space. ഇതുപോലെ ഒരു ടേം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എപ്സിലോൺ 0, ദാറ്റ് ഈസ് കോൾഡ് absolute permittivity of free space. But here mu0 is the absolute permeability of free space. മനസ്സിലായില്ലേ? ഇനി mu0യുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, ഇറ്റ്സ് വാല്യൂ ഈസ് 4 pi into 10 raised to minus 7 ടെസ്ല മീറ്റർ ആംപിയർ raised to minus 1, or വെബർ മീറ്റർ raised to minus 1 ആംപിയർ raised to minus 1, or ഹെൻറി പെർ മീറ്റർ. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ബയോ-സാവാർട്ട് ലോ പ്രകാരം നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്, dB is equal to mu0 by 4 pi IDL sin theta divided by r square. ഇത് എന്താണ് തരുന്നത്? ഇത് ശരിക്കും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണോ? അല്ല. ഇത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മറിച്ച് ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഒരു എലമെൻ്റൽ സെഗ്മെൻറ്റ്, അതായത് DL ലെങ്ത് ഉള്ള എലമെൻ്റൽ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഹോൾ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ B ഈസ് ഈക്വൽ ടു mu0 divided by 4 pi integral IDL sin theta divided by r square.
ഇതാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റാണ് കറണ്ട് എലമെൻറ്റ്. എന്താണ് കറണ്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ബയോട്ട് സാവാർട്ട് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിൻ്റെ ഒരു ചെറിയൊരു എലമെൻ്റൽ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്തില്ലേ? ആ എലമെൻ്റൽ സെഗ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് എലമെൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ ഓർ എ സ്മോൾ സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ വിച്ച് ക്യാരീസ് എ കറണ്ട്. ഓക്കെ, അതിനെയാണ് കറണ്ട് എലമെൻ്റ് എന്ന് വിളിക്കുന്നത്. കറണ്ട് എലമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. കറണ്ട് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു DL. കറണ്ടിനെ ആ എലമെൻ്റൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് എലമെൻറ്റ് കിട്ടും. ഓക്കെ, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. മനസ്സിലായല്ലോ? സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംബിയർ മീറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. യൂണിറ്റ് കൃത്യമായി പഠിച്ചു വെക്കുക, ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് വെക്റ്റർ ഫോം ഓഫ് ബയോട്ട് സാവാർട്ട് ലോ. നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയത് ബയോട്ട് സാവാർട്ട് ലോയിൻ്റെ സ്കാലാർ ഫോമാണ്. ദാറ്റ് ഈസ് dB ഈസ് ഈക്വൽ ടു μ0/4π ഐഡിയൽ സൈൻ തീറ്റ ബൈ r². ഇതാണ് സ്കാലാർ ഫോം. ഇതിൻ്റെ വെക്റ്റർ ഫോം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: dB വെക്റ്റർ ഈസ് ഈക്വൽ ടു μ0/4π I ഇൻറ്റു വെക്റ്റർ DL ക്രോസ് r ക്യാപ്പ് ഡിവൈഡഡ് ബൈ r². മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π I ഇൻറ്റു വെക്റ്റർ DL ക്രോസ് വെക്റ്റർ r ഡിവൈഡ് ബൈ r³. ഓക്കെ, നമുക്കറിയാം വെക്റ്റർ r എന്ന് പറയുന്നത് r ഇൻറ്റു r ക്യാപ്പ് ആണ്. ആൻഡ് r ക്യാപ്പ് ഈസ് ഈക്വൽ ടു വെക്റ്റർ r ഡിവൈഡ് ബൈ r. ഓക്കെ, ഇവിടെ r ക്യാപ്പിൻ്റെ സ്ഥാനത്ത് വെക്റ്റർ r ഡിവൈഡ് ബൈ r എന്ന് കൊടുക്കാം. സോ r ഇൻറ്റു r ഈസ് ഈക്വൽ ടു r³. സോ ദ ഇക്വേഷൻ ടേക്സ് ദ ഫോം μ0/4π I ഇൻറ്റു വെക്റ്റർ DL ക്രോസ് വെക്റ്റർ r ഡിവൈഡഡ് ബൈ r³. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. ദാറ്റ് ഈസ് സെക്ഷൻ 4.6. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് തന്നിട്ട് അതിൻ്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫിഗറും ഡെറിവേഷനും പഠിച്ചു വെക്കുക. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ദിസ് എ ഷുവർ ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഗെറ്റ് 4 മാർക്ക് ഷുവർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് B ഈസ് ഈക്വൽ ടു μ0 NIr² ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഓൾ റേസ് ടു 3/2. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ്. മനസ്സിലായില്ലേ? ഇവിടെ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. അതായത് ഈ കോയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് N എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. X എന്ന് പറയുന്നത് സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട പോയിന്റിലേക്കുള്ള ദൂരമാണ് X എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. സ്പെഷ്യൽ കേസ് ഇതാണ്: വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ. ഈ കോയിലിൻ്റെ സെൻറ്ററിൽ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്? അപ്പോൾ നിങ്ങൾക്കറിയാം ഈ കേസിൽ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ് X എന്ന് പറയുന്നത്. ഈ പോയിന്റ് സെൻറ്ററിലാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X? X ഈസ് ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 0 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? BC ഈസ് ഈക്വൽ ടു μ0 NI ഡിവൈഡ് ബൈ 2R. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ ശരിക്കും വരുന്നത്? μ0 NIr² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² ഓൾ റേസ് ടു 3/2 എന്നാണ്. ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് μ0 NIr² ഡിവൈഡ് ബൈ 2r³ എന്ന് കിട്ടും. ഓക്കെ, മുകളിലുള്ള r²ഉം r³ r² ക്യാൻസൽ ചെയ്താൽ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് BC ഈസ് ഈക്വൽ ടു μ0 NI ബൈ 2R. മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാനുള്ളത് വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ കോയിൽ. എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം എന്തിന് ഈക്വൽ ആണെങ്കിൽ, ആ സർക്കുലർ കോയിലിൻ്റെ റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഇവിടെ X എത്രയാണ്? X ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R.
ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ കോയിൽ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, ബി ഈസ് ഈക്വൽ ടു μ0 ni ഡിവൈഡ് ബൈ 2⁵2 ഇൻറ്റു ആർ എന്നാണ് കിട്ടുക. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ആർ എന്ന് കൊടുക്കുക. സോ ദ ഇക്വേഷൻ വിൽ ടേക്സ് ദ ഫോം ബി ഈസ് ഈക്വൽ ടു μ0 ni r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് r² ഓൾ റേസ് ടു 3/2. ശരിയല്ലേ? ഇവിടെ r² പ്ലസ് r² എന്ന് പറഞ്ഞാൽ 2r² ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു μ0 ni r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2r² ഓൾ റേസ് ടു 3/2 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു μ0 ni r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2⁵3/2 ഇൻറ്റു r² ഓൾ റേസ് ടു 3/2, ദാറ്റ് ഈസ് r³. Okay, 2 into 2⁵3/2 is 2⁵5/2. So we will get the equation as μ0 ni divided by 2⁵5/2 into r. മനസ്സിലായോ? ഇനി നിങ്ങളോട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബി സി ആൻഡ് ബി എക്സ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡും സെൻറ്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് ദൂരെയുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കും. റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഇക്വേഷൻ ഈസ് ബി സി ഈക്വൽ ടു 2⁵3/2 ഇൻറ്റു ബി അറ്റ് എക്സ് ഈക്വൽ ടു ആർ, ദാറ്റ് ഈസ് √8 ടൈംസ് ബി അറ്റ് എക്സ് ഈക്വൽ ടു ആർ. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. എങ്ങനെയാണ് കിട്ടുക? μ0 ni ഡിവൈഡ് ബൈ 2⁵5/2 ആർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, μ0 ni ഡിവൈഡ് ബൈ 2⁵3/2 ഇൻറ്റു 2 ഇൻറ്റു ആർ. അവിടെ μ0 ni ബൈ 2r എന്തിനു തുല്യമാണ്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്ററിന് തുല്യമാണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് വാട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁵3/2 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ. മനസ്സിലായോ? ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കോയിൽ വിത്ത് ഡിസ്റ്റൻസ്. അതായത് കറണ്ട് ക്യാരിയിങ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? ബി ഈസ് ഈക്വൽ ടു μ0 ni r² ഡിവൈഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഓൾ റേസ് ടു 3/2 എന്നാണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇതിൻ്റെ മാക്സിമം വാല്യൂ അറ്റ് ദ സെൻറ്റർ ആണ്. ദാറ്റ് ഈസ് ബി സി ഈക്വൽ ടു μ0 ni ബൈ 2r. ദാറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറണ്ട് ക്യാരിയിങ് കോയിൽ. മനസ്സിലായില്ലേ? ഇനി ബാക്കിയുള്ള സമയത്തൊക്കെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ് ഡിനോമിനേറ്ററിലല്ലേ വരുന്നത്. അതുകൊണ്ട് എക്സ് കൂടുന്തോറും എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഈ ഗ്രാഫിന്റെ ഷേപ്പ് കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് ഒരു 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് മാക്സിമം എന്ന് ചോദിക്കും, എവിടെയാണ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് കോയിൽ. കറണ്ട് ക്യാരിയിങ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു റൂൾ ഉണ്ട്. ആ റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് നോക്കൂ. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ഏതിൻ്റെ ഡയറക്ഷനിൽ കേൾ ചെയ്യുക? ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് നിങ്ങൾ കേൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദ സ്ട്രെച്ചഡ് തമ്പ് വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തമ്പാണ് നിങ്ങൾക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടതായി വരും. അപ്പോൾ സർക്കുലർ കോയിലിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നു എന്ന് വിചാരിക്കൂ. ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഞാനിവിടെ എൻ്റെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഫിംഗേഴ്സ് എങ്ങോട്ടേക്കാണ് കേൾ ചെയ്യുന്നത്? കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് കേൾ ചെയ്യുന്നു. അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് തരുന്നതെന്ന് മനസ്സിലായോ? അതായത് ഈ കോയിലിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഉള്ളിൽ എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് ആണ്. പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു സർക്കിളും ക്രോസ് മാർക്ക് ഇട്ടത്. അപ്പോൾ ഒരു സർക്കിളും ക്രോസ് മാർക്ക് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ്.
മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്? എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത്? എ സർക്കിൾ വിത്ത് ഡോട്ട് മാർക്ക്. ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ, ഇതുപോലെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നോക്കൂ, ഞാനൊരു റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നു. അവിടെ ഫിംഗേഴ്സ് എങ്ങോട്ടേക്കാണ് കേൾ ചെയ്യുന്നത്? കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ. അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് ആണ് അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് ആണ്. അത് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടതെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇങ്ങനെയാണ്. ഓക്കെ, ഞാനിവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കൂ. ഇവിടെ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് കിട്ടുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ശരിയല്ലേ? ഇനി വേറൊരു കേസ് നോക്കൂ. ഇങ്ങനെയാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തന്നെങ്കിലോ, ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഞാൻ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് നോക്കൂ? ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. സർക്കുലർ കോയിലിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഈ രീതിയിൽ ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ. അതായത് കോയിലിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഒന്നുകിൽ പെർപെൻഡിക്കുലർ ആൻഡ് ഔട്ട്വേർഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആൻഡ് ഇൻവേർഡ്. യു ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സർക്കുലർ കറണ്ട് ക്യാരിയിങ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് ക്ലോക്ക് റൂൾ. Okay, that is, it helps to find the polarity of magnetic field produced by current carrying coil. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെയാണ്, രണ്ടാമത്തത് ഈ രീതിയിലാണ്. ഒന്നാമത്തെ കോയിലിൽ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഉള്ളത്. ഓക്കെ, രണ്ടാമത്തതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഉള്ളത്. മനസ്സിലായോ? ഇനി ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നാമത്തെ കോയിലിൽ കാണുന്നത് കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഫേസ് എന്താണ്? സൗത്ത് പോളായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അതിന് നേരെ പിറകിലുള്ള ഫേസ് എന്തായിരിക്കണം? നോർത്ത് പോളായിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ രണ്ടാമത്തെ കോയിൽ നോക്കൂ. ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് തോന്നുന്നത് അല്ലേ? അതുകൊണ്ട് ആ ഫേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നോർത്ത് പോൾ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിറകിലുള്ള ഫേസിൽ എന്തായിരിക്കും ഉണ്ടാവുക? സൗത്ത് പോളാണ് ഉണ്ടാവുക. മനസ്സിലായോ? ഇതാണ് ക്ലോക്ക് റൂൾ എന്ന് പറയുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാഗ്നറ്റിക് ഡൈപോൾ. നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അതുപോലെ മാഗ്നറ്റിക് ഡൈപോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Two equal and opposite poles separated by a small distance is called magnetic dipole. എന്ന് പറഞ്ഞാൽ തുല്യവും വിപരീതവുമായിട്ടുള്ള രണ്ട് പോളുകൾ ചെറിയ അകലത്തിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ചോദിക്കാം. ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഏതൊക്കെയാണ്? കറണ്ട് ലൂപ്പ്, ആറ്റം, അതേപോലെ മാഗ്നറ്റ്. ഇതൊക്കെ എന്താണ്? മാഗ്നറ്റിക് ഡൈപോളുകളാണ്. കറണ്ട് ലൂപ്പ് എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് മാറുന്നത്? മനസ്സിലായില്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഒരു ഫേസിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിറകിലുള്ള ഫേസ് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ദെർഫോർ കറണ്ട് ലൂപ്പ് ആക്ട് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. അതുപോലെ ആറ്റം എന്ന് പറയുന്നതും ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ബിക്കോസ് ഇൻ ആറ്റംസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. നമുക്കറിയാം മൂവിംഗ് ഇലക്ട്രോൺ പ്രൊഡ്യൂസസ് വാട്ട്? കറണ്ട്. സോ atom is equivalent to a current loop. So it is also act as a magnetic dipole. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മാഗ്നറ്റിക് ഡൈപോളിന്റെ സ്ട്രെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. M is equal to N into I into A. അവിടെ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ആണ്. I is the current, A is the area of cross section.
അതുപോലെ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡയറക്ഷൻ -q ടു +q ആണ്, പക്ഷേ ഇവിടെ സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്നൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.